Praise the Lord. Amen. In Judah is God known. His name is great in Israel. Who is great in your life? It is Jesus. In Luke 1, it says, His name shall be great. ദൂതൻ വന്ന് മേരിയോട് പറയുകയാണ്, അവനെ യേശു എന്ന് പേരിടണം. And his name shall be great, and of his kingdom there shall be no end. Praise the Lord. Amen. യോഹന്നാന്റെ സുവിശേഷം 4:12 വാക്യം. ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? ഞങ്ങളുടെ പിതാവായ യാക്കോബിനെക്കാട്ടും വലുതാണോ? യേശുവിൻ്റെ അടുത്ത് വന്ന സമറിയക്കാരത്തി ചോദിക്കുക, ഹിസ് നെയിം ഇസ് ഗ്രേറ്റ് എന്നാ പറയുന്നത്. എന്നാൽ സമറിയക്കാരത്തി വന്നിട്ട്, നമ്മൾ ഓർക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന്. എന്നാൽ യു വിൽ സ്റ്റിൽ ബി അമേസ്ഡ് അറ്റ് ദി amount of people who do not understand and know that Jesus Christ is great. സമറിയക്കാരത്തി സ്ത്രീ വന്നിട്ട് യേശുവിൻ്റെ അടുത്ത് ചോദിക്കുക, ആർ യു ഗ്രേറ്റർ ദാൻ അവർ ഫാദർ ജേക്കബ്? ഫാദർ ജേക്കബിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ പറയുന്നുണ്ട്, പുള്ളിക്കാരത്തേക്ക് ജേക്കബ് വലിയ ആളാന്ന് തോന്നി. എന്താ കാര്യം? റീഡ് ദാറ്റ് വേഴ്സ്. അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. അവനല്ലേ ഞങ്ങൾക്ക് ഈ കിണർ തന്നത്. യാക്കോബ് ഒരു കിണർ കുഴിച്ചു കൊടുത്തു ഇസ്രായേൽ മക്കൾക്ക്. ഈ കിണറിന് അനുഗ്രഹം വന്നപ്പം എല്ലാ ദിവസവും അതിനകത്ത് വെള്ളം കുടിക്കും. അവസാനം വന്ന് എബ്രഹാമിന്റെയും ഐസക്കിന്റെയും യാക്കോബിന്റെയും ദൈവം വന്ന് മുന്നിൽ നിന്ന് കഴിയുമ്പോൾ യേശുവിൻ്റെ അടുത്ത് സമറിയക്കാരി സ്ത്രീ ചോദിക്കുക, ഈ കിണർ തന്ന യാക്കോബ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പിതാവിനെക്കാട്ടും വലുതാണോ അങ്ങന്ന്? Praise the Lord. Isn't it amazing? So many people even now കിണർ കിട്ടിയേനും ഒക്കെ പത്രത്തിലിടും with thanksgiving to St. Jude. വണ്ടി കിട്ടിയേന്, for favors granted. അല്ലേ? കിണർ കിട്ടിയേനാ. Praise the Lord. Amen. Why is Jesus greater than Jacob? യാക്കോബിന് ഭൂമിയിലുള്ള ഒരു കിണർ കുഴിച്ചു കൊടുക്കാനേ പറ്റിയുള്ളൂ. എന്നാൽ യേശു, the last day of the feast, he said, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്റെ പക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ അകത്തുനിന്ന്, ഉള്ളത്തിന്റെ അകത്തുനിന്ന് ജീവൻ നദി ഒഴുകും. പുറത്തൊരു കിണറല്ല, നിന്റെ അകത്തുനിന്ന് ഒരു നദി ഒഴുക്കുവാൻ കഴിവുള്ളവനാണ് നമ്മൾ ആരാധിച്ചു നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. Praise the Lord. His name is great in Jerusalem. His name is great in Israel. His name is great in our lives. Hallelujah. നമ്മുടെ യേശുവിനെ പോലെ മറ്റാരുമില്ല. അവന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് നീരുറവ ഒഴുകുന്നു. പുറത്തൊരു കിണറാണോ വലിയ കാര്യം? Praise the Lord. Amen. ഞാൻ ഇന്നലെ രാത്രി ഒരു വചനഭാഗം വായിച്ചിട്ട്, ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും ഒത്തിരി പെട്ടെന്ന് ഇരുന്ന് ധ്യാനിച്ചപ്പോൾ ഇരുന്ന് ചിരിച്ചു. ഇത്രേ ഉള്ളൂ. സങ്കീർത്തനം 23. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടായില്ല. ഉറപ്പാ. Praise the Lord. Amen. He makes me to lie down in green pastures. He leads me beside still waters. എൻ്റെ ദാഹം തീർക്കുന്നു, എൻ്റെ ആത്മാവിന് സമാധാനം തരുന്നു, ഉറക്കം തരുന്നു. എന്നിട്ട് താഴോട്ട് പറയുകയാണ്. പറഞ്ഞു വരുമ്പോ എന്താ പറയുന്നത്? For his name's sake he makes me walk in the path of righteousness. Praise the Lord. Though I walk through the valley of the shadow of death, I will fear no evil, for thou art with me. His rod and his staff, they comfort me. He lays a table for me in the presence of my enemies. He anoints my head with oil. And then it says,
my cup runneth over. Praise the Lord. ജീവൻ നദി, ഒരു കിണറിൽ നിന്ന് ഇച്ചിരി വെള്ളമല്ല, ജീവൻ നദി, റണ്ണിങ് ഓവർ ബ്ലെസ്സിങ്, റിവറാ. അതുപോലെ അഭിഷേക തൈലം തലേ വന്നു കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നിന്റെ കപ്പ് നിറയാന്നല്ല, ബേർ മിനിമം അല്ല, നിറഞ്ഞിട്ട് കവിഞ്ഞ് ഒഴുകുന്നു. മൈ കപ്പ് റണ്ണത്ത് ഓവർ എന്ന് പറഞ്ഞാൽ praise the Lord, we only want to take a sip from what God wants to give us, but God is not interested in just giving you a sip. He wants to fill you. യാക്കോബിനെക്കാട്ടും വലിയവനാണ്, ദൈവത്തിന്റെ പുത്രനാണ്. എ റണ്ണിങ് ഓവർ ബ്ലെസ്സിങ്. നിന്റെ കപ്പ് കവിഞ്ഞൊഴുകുന്നു. കപ്പ് ഇത് കണ്ടോ, ഇത് കാണിക്കുന്ന നിങ്ങളുടെ കപ്പ് കവിഞ്ഞൊഴുകുന്നു. Praise the Lord. കപ്പ് കവിഞ്ഞൊഴുകി എന്ത് പറ്റും? നിന്റെ തലേ വീഴും, നിന്റെ കയ്യെ വീഴും, നിന്റെ ദേഹത്ത് വീഴും. Some of you are going to be wet under the anointing of the come on, hallelujah. ജൂഡമാന ഹത്തര ഘടകസിയ, നിനക്ക് ഹല്ലേലൂയ കവിഞ്ഞൊഴുകുന്ന അഭിഷേകം. നിന്റെ കൈ നനയും, നിന്റെ ദേഹം നനയും, നിന്റെ കാല് നനയും, നീ ഇരിക്കുന്ന സ്ഥലം നനയും. Praise the Lord, hallelujah. നിന്റെ കയ്യിലുള്ളതെല്ലാം നനഞ്ഞ് praise the ജീവൻ നദി ഒഴുകുന്ന അഭിഷേകം. My cup runneth over. നമ്മളിങ്ങനെ ചെറിയ സിപ്പ് എടുക്കാൻ വന്നിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ചെറിയ സിപ്പ് എടുക്കാൻ വേണ്ടി, ചെറിയ സിപ്പ് എടുക്കുന്ന കാലം കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഹി ഈസ് അനോയിന്റിങ് യു വിത്ത് റണ്ണിങ് ഓവർ ബ്ലെസ്സിങ്. നിറഞ്ഞൊഴുകുന്ന കവിഞ്ഞൊഴുകുന്ന അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന കാലങ്ങളാണ്. ഗ്ലോറി അൺടു ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിന്റെ ബ്ലെസ്സിങ് കവിഞ്ഞൊഴുകും. മൈ കപ്പ് റണ്ണത്ത് ഓവർ. ഹല്ലേലൂയ. മൈ കപ്പ് റണ്ണത്ത് ഓവർ. ഇടയനാണ് യേശു, ആടാണ്. പ്രൈസ് ദി ലോർഡ്. തുടക്കം സ്വസ്ഥതയിലൊക്കെ തുടങ്ങിയതാ, പെട്ടെന്ന് മരണത്തിന്റെ താഴ്വരക്കട പോകുന്ന അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കള് ചുറ്റിനും നിൽക്കുന്ന അനുഭവം. ശത്രുവിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുക, വേദം തോട്ടത്തിൽ ചെയ്ത അതേ പരിപാടിയാ. നിനക്ക് എന്താണോ ഇല്ലാത്തത് അതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഔവേനെ പിശാചു പറ്റിച്ചത് ഇങ്ങനെ, എന്താണ് എന്താണോ ഇല്ലാത്തത് അതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഏത് മരത്തിൽ നിന്ന് കഴിക്കല്ല, അതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുക. പിശാചിന്റെ ഒരു തരികട പരിപാടി എന്ന് പറയുന്നത്, നിനക്കില്ലാത്തതിന്റെ മേൽ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നിന്റെ സന്തോഷം പോയി. ഇടയൻ ആയിട്ടുള്ള ആട് ശത്രുക്കളെ നോക്കി, കൂരിലുള്ള താഴ്വരയെ നോക്കി നടന്നാൽ കാര്യം ശരിയായില്ല. അതുകൊണ്ട് ഫോക്കസ് മാറ്റണം. അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? അവന്റെ കപ്പ് പ്രൈസ് ദ ലോർഡ് ഇങ്ങനെ കവിഞ്ഞൊഴുകുക. അവന്റെ ഫോക്കസ് ഈ കപ്പില. പ്രൈസ് ദ ലോർഡ്. മൈ കപ്പ് റണ്ണത്ത് ഓവർ. ഹല്ലേലൂയ. നിന്റെ തല നനയണം, നിന്റെ പ്രൈസ് ദ ലോർഡ്, നിന്റെ ശരീരം നനയണം, നിന്റെ മുഖം നനയണം, നിന്റെ ഫോക്കസ് മാറണം. കവിഞ്ഞൊഴുകുന്ന അനുഭവം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് കാണിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നമ്മളത് വായിച്ചു വിടും. ഇന്നലെ രാത്രി ഞാൻ ഇരുന്ന് വചനം വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, പ്രൈസ് ദ ലോർഡ്, ശരിയല്ലോ, കപ്പ് റണ്ണത്ത് ഓവർ. അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴ്വര കാണേണ്ട ആവശ്യമില്ല, പേടിക്കുന്ന ചെന്നായുടെ സ്വരം കേൾക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുക്കളുടെ ഒച്ച കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മൈ കപ്പ് ഈസ് റണ്ണിങ് ഓവർ. ഐ ആം നോട്ട് ഡ്രൈ, ഐ ആം നോട്ട് ഡ്രൈ, ഐ ആം നോട്ട് ഡ്രൈ, ഐ ആം നോട്ട് ഡ്രൈ. എന്റെ കൈ നനയും, എന്റെ കാല് നനയും, എന്റെ തല നനയും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്റെ മുഖം നനയും, എനിക്കുള്ളതെല്ലാം നനയും. അനുഗ്രഹത്താൽ നനയും, അഭിഷേകത്താൽ നനയും. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിച്ചോ, മരണത്തിൻ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ശത്രുക്കൾ ചുറ്റിനും ഉള്ളപ്പം യു മൈറ്റ് ഹാവ് പ്രോബ്ലംസ്. ഫിനാൻഷ്യലായിട്ടൊരു ചിലപ്പോൾ സ്ട്രഗിൾ വന്നേക്കാം. ഹെൽത്ത് വൈസ് ചിലപ്പോൾ ഡോക്ടർ നെഗറ്റീവ് റിപ്പോർട്ട് വന്നേക്കാം. ലൈഫിൽ ആരെങ്കിലും നിന്നെ തള്ളിപ്പറഞ്ഞെന്ന് വന്നേക്കാം. പ്രതികൂലങ്ങളുടെ അനുഭവങ്ങൾ വന്നെന്ന് പറഞ്ഞേക്കാം. ശത്രു തന്നെ മുന്നിൽ നിന്ന് നിന്നെതിരെ വാദിച്ചെന്ന് വന്നേക്കാം. എന്നൊരു കാര്യം ശ്രദ്ധിച്ചോ, ശത്രുവിന് നിന്റെ കപ്പെടുക്കാൻ സാധിച്ചിട്ടില്ല. Praise the Lord.
ശത്രു ചുറ്റിനും വന്നു മരണത്തിന്റെ താഴ്വരക്കൂടെ നടന്നിട്ടും പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ആടിന്റെ കപ്പെടുക്കാൻ സാധിച്ചിട്ടില്ല. നിന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന കൃപ, പകർന്നിരിക്കുന്ന വിളി, പകർന്നിരിക്കുന്ന അഭിഷേകം യാക്കോബിന്റെ ഒരു കിണർ പോലെയല്ല, ജീവ നദിയാണ്. പ്രൈസ് ദ ലോർഡ്. അതിൽ നീ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതികൂലത്തിന് നടുവിലും നീ പറയും പ്രൈസ് ലോർഡ്, ഐ ആം ഹാപ്പി, ഐ ക്യാൻ റിജോയ്സ് ഇൻ മൈ ഗോഡ് ഓഫ് മൈ സാൽവേഷൻ. എനിക്കൊരു മുട്ടുമുണ്ടാകുകയില്ല. അനേകം പേരും കപ്പ് മറന്നു പോകും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. റോസ്മേരി ചേച്ചിക്ക് നല്ല പണിയാ ഇവിടെ. കപ്പ് മറന്നു പോകും. But it is a cup that is spilling over. My cup runneth over. If you focus on the fact that your cup is running over, nothing else will run over you. Praise the Lord. Nothing else will run over you. ചിലർ പറയാം, oh, I am so oppressed, so vexed, so troubled. എന്താ പറയുക, അവർ ആ പ്രോബ്ലത്തിലാണ് നോക്കുന്നത്. But if your cup is running over, nothing else will run over you. Oh, come on church. Somebody rejoice in the Lord. Somebody rejoice in the Lord. Somebody rejoice in the Lord. Somebody rejoice in the God of our salvation. Oh, hallelujah. Amen. യാക്കോബ് കൊടുത്ത കിണറിനെക്കാട്ടും വലുതാണ് നമ്മൾ ആരാധിച്ചു നിൽക്കുന്ന നമ്മുടെ യേശു. He anoints your head with oil. നിന്റെ അകത്തുനിന്നും ജീവന്റെ നദി ഒഴുകുന്നു. ജീവന്റെ നദി. The river of God, the river of God, the river of God, the river of God, the refreshing, the life of God. ആരാധിക്കേണ്ടവർ ആരാധിച്ചോണം. ഓ, ബലമേറ്റെടുക്കേണ്ടവർ ബലമേറ്റെടുത്തോണം. ജീബാബാബ ഹംദന ജൂഡമാന ഹൗദി രാബസ്യാംദനെ ജിബരബട മനക്കത്തരാം ദിരിഗടഗസ്യ ഹല്ലേലൂയ റീബാബാബ ഹത്തര ജൂഡമാന ബൗഡേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എബ്രഹാമും ലോട്ടും പ്രൈസ് ദി ലോർഡ്. എബ്രഹാമും ലോട്ടും രണ്ടുപേരുടെയും കപ്പ് കവിഞ്ഞൊഴുകി. ആവശ്യത്തിലധികം കന്നുകാലികൾ വന്നപ്പോൾ പ്രശ്നം വന്ന് ഡ്രൈ ആയിട്ടിരിക്കുമല്ല, ആവശ്യത്തിലധികം അനുഗ്രഹം വന്നു. കപ്പ് ഈസ് റണ്ണിങ് ഓവർ അല്ലേ? എബ്രഹാമിന്റെ കൊച്ചുമോൻ യാക്കോബ് ലാബാന്റെ ഫാമിൽ വർക്ക് ചെയ്തു. രണ്ട് കള്ളന്മാർ ഒരുമിച്ച് വർക്ക് ചെയ്യുക. Praise the Lord. ഓർത്ത് നോക്കി, രണ്ട് കള്ളന്മാർ ഒരുമിച്ച് വർക്ക് ചെയ്യുക. ലാബാനും കള്ളനാ, ചതിയനാ. യാക്കോബും അതെ, പറ്റിക്കുന്നവന്മാരാ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു പാർട്ട്ണർഷിപ്പാ. രണ്ടുപേരും 20 കൊല്ലം ഇരുന്നു പാർട്ട്ണർഷിപ്പിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചു. ചില ബിസിനസ്സിലൊക്കെ പറയില്ല, അവൻ എന്നെ പറ്റിച്ചു വാസ്റ്ററെ, അതുപോലെ പറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം യാക്കോബിന്റെ അടുത്ത് ദൈവം പറഞ്ഞു, തിരിച്ച് നീ ഭവനത്തിലേക്ക് പോകേണ്ട സമയമായി. പോകേണ്ട സമയമായി എന്ന് പറഞ്ഞപ്പോ ഉൽപ്പത്തി 32 യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതേണ്ടേ, ഈ യോർദാൻ കിടന്ന് ഞാൻ പണ്ട് വെറും ഒരു കമ്പം കഷ്ണമായിട്ട് ലക്ഷ്യമില്ലാതെ ഇറങ്ങി വന്നവനാ. ബട്ട് ഐ ഡിഡ്ന്റ് റിയലൈസ് 20 കൊല്ലത്തില് എനിക്ക് ദൈവസ്വരം കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും, ഡ്രൈ സീസണാന്ന് തോന്നിയാലും, ചതിയിലും വഞ്ചനയിലും ഞാൻ ജീവിച്ചെങ്കിലും, എന്റെ ക്യാരക്ടർ പോലും പെർഫെക്റ്റ് അല്ലെങ്കിലും, ഈ യോർദാൻ ഞാൻ രണ്ടാമത് കിടക്കുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, മൈ കപ്പ് ഇസ് റണ്ണിങ് ഓവർ. ഒരു വടിയായിട്ട് ഞാൻ യോർദാൻ ആദ്യമേ ക്രോസ് ചെയ്തില്ലെങ്കിൽ, 20 കൊല്ലം ദൈവം എന്നോട് സംസാരിച്ചില്ലെങ്കിലും, പ്രൈസ് ദ ലോർഡ്, അവസാനം ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഡ്രൈ. എന്താ, എനിക്ക് ആവശ്യത്തിലധികം കന്നുകാലികളും ആവശ്യത്തിലധികം ഷീപ്പും ഗോട്ടുമായിട്ട് ഞാൻ വർദ്ധിച്ചാണ് യോർദാൻ രണ്ടാമത് കിടക്കുന്നത്. നീ ഓർക്കും, നീ നിന്റെ ഡ്രൈ സീസണിന്റെ അകത്ത് നീ ഓർക്കും നീ വർദ്ധിച്ചു വരുന്നില്ലെന്ന്. പ്രൈസ് ദ ലോർഡ്. ബട്ട് the Lord says your cup will run over. Praise the Lord. Hallelujah. 20 കൊല്ലമായി നീ ദൈവ അനുഭവങ്ങളില്ലാക്കാം. 20 കൊല്ലമായി ദൈവസ്വരം കേൾക്കാത്തവനായിരിക്കാം. 20 കൊല്ലമായിട്ട് ദൈവത്തിൽ നിന്നും പ്രാപിക്കാത്തവനായിരിക്കാം. എന്നാൽ നീ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ you will realize, hallelujah, my cup is running over. Hallelujah. എന്നെ ചതിച്ചിട്ടെങ്കിലും, ഞാൻ ചതിച്ചെങ്കിലും, my cup is running over. Praise the Lord. Hallelujah. 20 കൊല്ലം പുള്ളിക്കാരന്റെ ദൈവസ്വരം കേട്ടിട്ടില്ല. ലാബാന്റെ വീട്ടിലിറങ്ങപ്പോഴൊന്നും ദൈവം സംസാരിച്ചിട്ടില്ല.
Praise the Lord. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡ്രൈ സീസണാ. പക്ഷെ let me tell you, the cup is there and the Lord will fill it. Praise the Lord. Amen. ഒരു ബക്കറ്റായിട്ട് പോയിട്ട് കിണറിൽ കോരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. യാക്കോബിന് അത്ര ഒരു കിണറേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇടയനായ യേശു ജീവൻ നദി ഒഴുക്കും. നിന്റെ ഡ്രൈ സീസണുകളെ നീ നോക്കിയിട്ട് നീ അവസാനം പറയും 10-20 കൊല്ലം ഞാൻ വെറുതെ കളഞ്ഞെന്ന് നീ പറയല്ലേ. ഇപ്പൊ എന്നെ പറയുന്നുണ്ടെങ്കിൽ യു ആർ ഫോക്കസിങ് ഓൺ സംതിങ് എൽസ്. ബട്ട് നിന്റെ കപ്പിൽ നീ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ അകത്തും ഇടയനായിട്ട് യേശു ഉള്ളവന്റെ എല്ലാത്തിന്റെ അകത്തൊരു സാക്ഷ്യം കാണുവാൻ പറയും. പ്രൈസ് ദി ലോർഡ്. വെറും ഒരു കമ്പായിട്ട് ഞാൻ ഈ യോർദാൻ ആദ്യമേ കിടന്നെങ്കിൽ എന്നെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച ദൈവമുണ്ട്. മൈ കപ്പ് ഇസ് റണ്ണിങ് ഓവർ. ഹല്ലേലൂയ. ഐ ആം മോർ ബ്ലെസ്ഡ് ദാൻ എനിബഡി എൽസ് എന്ന് പറയുന്ന ഒരു കാലം മുന്നിലുണ്ടെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. Praise the Lord. Amen. Cup runneth over. സാംസൺ ഒരു വഴിക്ക് പോകുന്ന വഴിക്ക് ഒരു സിംഹക്കുട്ടി ചാടി കയറി വന്നു. സാംസനെ കടിക്കാൻ വേണ്ടി ചാടിയതാ. അപ്പൊ ദൈവത്തിന്റെ അത്യധികമായ ശക്തി സാംസന്റെ മേൽ ഇറങ്ങി വന്നു. ആ സിംഹത്തെ ഒരാട്ടിൻകുട്ടിയൊക്കെ കൊല്ലുന്ന പോലെ പുള്ളിക്കാൻ രണ്ടായിട്ട് ഇങ്ങനെ കീറിക്കളഞ്ഞു. സി, റണ്ണിങ് ഓവർ ബ്ലെസ്സിങ്ങാ. ചുമ്മാ ഒരു പവറല്ല. പുതിയ നിയമത്തിൽ ദൈവശക്തി വ്യാപരിക്കുന്നതിന് എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ എന്ന് പറയും. അപ്പൊ നിന്റെ എതിരെ വാദിച്ച് നിൽക്കുന്ന ചില സിംഹ കുട്ടികളെ പോലും ഇങ്ങനെ കീറിക്കളയാൻ വേണ്ടിയുള്ള ഒരു റണ്ണിങ് ഓവർ അഭിഷേകത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. Praise the Lord. Amen. Amen. Hallelujah. ഓർത്തേക്ക്, അവന്റെ ജോബ് ഇടിച്ചിങ്ങനെ റിപ്പ് ചെയ്ത് കളഞ്ഞു, കീറിക്കളഞ്ഞു. നിന്റെ മുന്നിൽ നേരിടുന്ന ഏറ്റവും ഭയാനകരമായ പ്രോബ്ലം ഉണ്ടല്ലോ, ചിലവർ ഏറ്റെടുത്താൽ മതി. Praise the Lord. Hallelujah. When you realize your cup is running over, you will be able to tear it apart. രണ്ടായിട്ട് കീറിക്കളയാൻ പറ്റും. Praise the Lord. Amen. Hallelujah. Amen. When you're focused on